ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ കുടിയിരിക്കലിന് വേണ്ടിയിട്ടാട്ടോ. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ അവളുടെ കുടിയിരിക്കലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ഒക്കെ കൂടെ ആണ് പോണത്. കൂടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, ഞാനും ഏട്ടനും മക്കളും അതേപോലെ ഇവരും ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് ഓരോ തമാശയും പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയിൽ അങ്ങനെ പോകണം. അവരെന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അവരെന്നെയും കൂട്ടിയിട്ടാണ് പിന്നെ പോണത്. ഈ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോവാന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണല്ലേ. അപ്പൊ അവര് പറയാണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോവാം കുടിയിരിക്കലിന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പോണത് കേട്ടോ. അപ്പൊ ഓരോ തമാശയും പറഞ്ഞ അങ്ങനെ ചിരിച്ചങ്ങനെ പോവാണ്. മോന് കാശിക്കുട്ടൻ മടിയിൽ അങ്ങനെ ഉറങ്ങുന്നുണ്ട്. അപ്പോ കുടിയിരിക്കലിന്റെ വീട് എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുടിയിരിക്കലിന് പോണ ആളെ പേര് നീതു എന്നാണ്. അപ്പൊ അവള് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മളെ കൂടെ പഠിച്ചിട്ടുള്ള കുട്ടികളെ ആദ്യത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ ഞങ്ങള് അവിടെ എത്തി. ഭയങ്കര വെയിലാണ്, നല്ല ചൂടും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ എത്തിയത്. എത്തിയിട്ട് ഞാനവിടെ അവരെ വെയിറ്റ് ചെയ്ത്, അവര് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട്, അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കുറച്ചങ്ങോട്ട് പോയിട്ട് പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഇറങ്ങി. അപ്പൊ കാശിക്കുട്ടന് നല്ല ഉറക്കാട്ടോ. ഇത് നമ്മളെ ഒരു ഫ്രണ്ടാണ്, അവന് വേറെ കാറിലാണ് വന്നത്. പിന്നെ അവര് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നു. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അവിടേക്ക് കയറാൻ പോവാട്ടോ. ഞങ്ങളെ കാണുമ്പോൾ എന്താണ് അവളെ എക്സ്പ്രഷൻ എന്ന് അറിയില്ല, അവൾക്ക് സന്തോഷമാവും എല്ലാവരും ഒന്നിച്ചങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ. അപ്പൊ ഞങ്ങള് ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. അപ്പൊ ചെന്നപ്പോ തന്നെ നീതു എല്ലാരെയും സ്വീകരിച്ചു. അവൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. ഇതാണ് കേട്ടോ നീതു, നമ്മളെ കുടിയിരിക്കലിലെ വീടിന്റെ ഉടമസ്ഥ. അപ്പൊ ഞാന് ഇന്ന് ഏട്ടനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഇനി വീടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് ഞങ്ങളും എല്ലാവരും വീടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാൻ പോയിട്ടോ. നല്ല സൂപ്പർ വീടാണ്. എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുള്ളൊരു വീടാട്ടോ. അപ്പോ മറ്റവരൊക്കെ മുകളിലൊക്കെ കയറിപ്പോയിട്ട് എല്ലാം കാണുന്നുണ്ട്. ഞാനും അതുപോലെ തന്നെ കിച്ചണും വീടിന്റെ റൂമുകളും പിന്നെ അതിന്റെ വർക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കുടിയിരിക്കലിന് പോയാലും ഞാനിങ്ങനെ ഓരോ നോക്കൂട്ടോ, എങ്ങനെയൊക്കെയാണ് വീട് ഓരോന്ന് പണി കഴിപ്പിച്ചിട്ടുള്ളതെന്നും അതിന് ഇന്റീരിയറും അതേപോലെ ടൈലും ഒക്കെ ഞാൻ നോക്കൂട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അങ്ങനെ നിന്നപ്പോൾ പറഞ്ഞു എല്ലാവർക്കും ഒന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ടോ. ഞങ്ങളെല്ലാവരും കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായി, കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും ഒന്ന് കാണുന്നതും. അപ്പൊ ആ ഒരു സന്തോഷമുണ്ട്, എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് നീതുവിനെ എങ്ങനെ വിളിക്കും. അപ്പൊ ഞങ്ങൾ വഴിയിൽ തന്നെ നിന്ന് ഫോട്ടോ എടുത്തപ്പോ നീതു പറയാൻ നമുക്ക് അങ്ങോട്ട് മാറി നിന്നിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണേ. അപ്പൊ മറ്റേ ഫ്രണ്ടിന്റെ മോനും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു സെൽഫി ഒക്കെ എടുത്തിട്ടോ അവിടെ നിന്ന്. പിന്നെ കുറച്ച് സമയം സംസാരിച്ചു. ഇതാണ് കേട്ടോ നീതുവിന്റെ ഹസ്ബൻഡ്. ഇതുവിന്റെ ഹസ്ബൻഡിന് ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇത് എൻ്റെ കൂടെ പഠിച്ച വേറൊരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. ഞാൻ TTCക്ക് ഒപ്പം പഠിച്ച ഒരു ഫ്രണ്ടാണിത്. അപ്പൊ അവളോട് സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പോയിട്ട് ഭയങ്കര വെയിലായിരുന്നു, ഭയങ്കര ചൂട്. അപ്പൊ കാശിക്കുട്ടൻ ഇങ്ങനെ വാശി പിടിച്ചപ്പോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് അവളുടെ വീടിന്റെ മുൻഭാഗം ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇറങ്ങുകയാണ് കേട്ടോ. ഇനിയിപ്പോ വീട്ടിലെത്തിയിട്ട് ഇന്ന് മക്കളുടെ സ്കൂളിൽ പ്രോഗ്രാമാണ്, അപ്പൊ പെട്ടെന്ന് പോകണം. അതിനിടയിൽ ഞാനും ഏട്ടനൊരു സെൽഫി ഒക്കെ എടുത്തു തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോന്നപ്പോഴും ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ടൊന്നും, കുറേ കാലയില് കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാട്ടോ. മുന്നിലിരിക്കുന്നത് ബിജു, നിതേഷ് എന്ന് പറഞ്ഞ ആൾക്കാരാട്ടോ, നമ്മളെ ചങ്കുകൾ തന്നെയാണ്. ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തു. പിന്നെ നമ്മളെ സ്ഥലത്തിയപ്പോൾ അവരെ ഇറക്കിയിട്ട് അവര് പോയി. ഇനി ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അതിനു മുമ്പ് ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്
ഒരു പാൻറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ജംഗ്ഷനിലുള്ളൊരു തുണി ഷോപ്പിൽ കയറിയിട്ടോ. അപ്പം എനിക്കൊരു പാൻറ് എടുക്കണമായിരുന്നു. ആ സമയത്താണ് ഏട്ടന് ഇവിടെ ലച്ചു എന്തൊക്കെയോ കോപ്പറായിട്ട് കാട്ടുന്നത് കണ്ടത് കേട്ടോ. അവളവിടെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏട്ടനെ കണ്ടപ്പോൾ അവൾ ചമ്മി. അങ്ങനെ പാൻറ്റൊക്കെ എടുത്ത് ബില്ല് ചെയ്തു. ഇനി ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് എനിക്ക്. അപ്പം അതിനൊരു പാൻറ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ കണ്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.